ഹലോ സ്റ്റുഡൻസ്, പ്ലസ് വൺ കുട്ടികൾ ശരിക്കും ഒരു ഓണം എക്സാമിനേഷന് വേണ്ട സിലബസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഇനി അങ്ങോട്ട് ചില കുട്ടികൾക്കൊക്കെ ഡൗട്ട് വരുന്നത്, സാറേ ഞങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസ് ആണല്ലോ, അപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പ്ലസ് വൺ പഠിക്കാനുണ്ടോ, അതിന്റെ മാർക്കൽ എങ്ങനെയാണ്, ഈ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവാണ്. നിങ്ങൾ പഠിക്കുന്നത് അക്കൗണ്ടൻസി പ്ലസ് വൺ അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ആണ്, അല്ലെങ്കിൽ നമുക്ക് AFS ആണ്. അപ്പൊ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസും നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ആണ് പഠിക്കുന്നത്. പക്ഷേ നമ്മുടെ മാർക്കിംഗ് പാറ്റേൺ അനുസരിച്ച് നമുക്ക് പ്ലസ് ടുവിൽ മാത്രമാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ മാർക്ക് വരാൻ പോകുന്നത്. അത് കൃത്യമായി മക്കൾ മനസ്സിലാക്കി വെക്കുക. അതായത് നമ്മുടെ മാർക്കിംഗ് പാറ്റേൺ എങ്ങനെയാണ് വരുന്നത്, പ്ലസ് വണ്ണിലാണെങ്കിൽ തിയറി നമ്മൾ എഴുതേണ്ടത് 60 മാർക്സിനാണ്, പ്ലസ് ടുവിലാണെങ്കിൽ തിയറി എഴുതേണ്ടത് 60 മാർക്സിനാണ് അല്ലെ. തിയറി എക്സാം ഹോളിൽ എഴുതേണ്ട മാർക്കാണ്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് 20 മാർക്സിന്റെ CE മാർക്കും കിട്ടുന്നുണ്ട് അല്ലെ. 20 മാർക്ക് CE മാർക്കും ഈക്വൽ ആയിട്ട് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ പ്രാക്ടിക്കൽ, ഇവിടെയാണല്ലോ നമ്മുടെ പ്രശ്നം, പ്രാക്ടിക്കൽ ഇപ്പോൾ പഠിക്കണം എന്നുള്ളതാണല്ലേ. അപ്പൊ പ്രാക്ടിക്കൽ നമ്മൾ പഠിക്കേണ്ട സമയം എന്ന് പറയുന്നത് പ്ലസ് ടുവിലാണ്. സോ പ്ലസ് വണ്ണിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഒരു മാർക്ക് പോലും പ്ലസ് വൺ ക്ലാസ്സിൽ നമുക്ക് വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പ്ലസ് ടു എത്തുമ്പോഴേക്കും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് 40 മാർക്കിന്റെ പ്രാക്ടിക്കൽ നമുക്ക് വരുന്നുണ്ട് അല്ലെ. 40 പ്രാക്ടിക്കൽ. പക്ഷേ ഈ തിയറി എഴുതുന്ന സമയത്ത് 40 മാർക്കിന്റെ അക്കൗണ്ടൻസിയും 20 മാർക്കിന്റെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് തിയറി ആയിട്ട് എഴുതുകയും വേണം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലസ് വൺ ക്ലാസ് നമ്മൾ എഴുതുന്ന സമയത്ത് ഈ 60 മാർക്സ് മുഴുവൻ നമുക്ക് അക്കൗണ്ടൻസി പാർട്ട് തന്നെയാണ്. പക്ഷേ പ്ലസ് ടു അക്കൗണ്ടൻസിലേക്ക് വരുമ്പോൾ ഈ 60 മാർക്സിന്റെ തിയറി എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് 40 മാർക്സ് മാത്രമേ അക്കൗണ്ടൻസിയുടെ ഭാഗം മാത്രമേ. അതായത് പ്ലസ് ടു പഠിക്കാനുള്ളത് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് ആണ്. ഇനി പ്ലസ് ടുവിൽ അതുപോലെ തന്നെ 20 മാർക്സിന് എന്ത് പഠിക്കാനുണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് തിയറി ഭാഗവും പഠിക്കാനുണ്ട്. കൂടെ തന്നെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് 40 മാർക്സിന്റെ പ്രാക്ടിക്കലും വരുന്നുണ്ട്. അപ്പം വലിയ ഒരു റേഞ്ച് തന്നെയാണ് നമുക്ക് പ്ലസ് ടു അക്കൗണ്ടൻസിയിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഉള്ളത്. പ്ലസ് വണ്ണുകാർ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് ഒന്നും തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി നമുക്ക് ടോട്ടൽ മാർക്കിലേക്ക് പോയാലോ. ടോട്ടൽ മാർക്കിലേക്ക് പോകുന്ന സമയത്ത് പ്ലസ് വൺ നമുക്ക് 80 മാർക്സ് ഉള്ളത്, പ്ലസ് ടു നമുക്കുള്ളത് നേരെ 80 + 40 120 മാർക്സ് ആണ്. അങ്ങനെ 200ലാണ് നമുക്ക് പ്ലസ് ടു കഴിയുമ്പോൾ എക്സാമിന് മാർക്ക് വരാം. ഇത് കുട്ടികൾക്ക് അറിയുന്നതാണ്. പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് പഠിക്കണോ എന്നിങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് പ്ലസ് ടു നമുക്ക് തുടങ്ങിയാൽ മതി. സോ സേഫ് ആണ്. പ്ലസ് വണ്ണിൽ അടിപൊളിയായിട്ട് ബേസിക് അക്കൗണ്ട്സ് പഠിച്ചു വെക്കുക.